ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അജറക് പ്രിൻറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ് അജറക് പ്രിൻറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉള്ള പ്രിൻറ്റിൻ്റെ പുറത്തുകൂടി ഹാൻഡ് വർക്ക് ചെയ്തെടുത്താൽ മതി. ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ളതും അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ളതും. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡും വേണം. കട്ട് ബീഡ് കണ്ടോ, കുറച്ച് ലെങ്ത് ഉള്ള ബീഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വലിയ പ്രിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഗ്ലൂ പുരട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഈ ഗ്ലൂവിൻ്റെ പുറത്തായിട്ട് ഈ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലായിടത്തും സെൻറ്ററിലായിട്ട് ഇതുപോലെ സ്റ്റോൺ വെച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വലിയ പ്രിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രിൻറ്റ് വരുന്നില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ആദ്യം ഗ്ലൂ വെച്ച് കൊടുക്കാം. ഇനി ആ ഗ്ലൂവിൻ്റെ പുറത്തായിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഗ്ലൂ പുരട്ടിയ ശേഷം നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് സ്റ്റോൺ വെച്ച് കൊടുക്കാം. കേട്ടോ, ഇതുപോലെ ആ ഒരു പ്രിൻറ്റിൻ്റെ ഷേപ്പിൽ തന്നെ സ്റ്റോണും വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഈ പ്രിൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് എവിടെയൊക്കെയാണോ ഈ പ്രിൻറ്റ് വരുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ സ്റ്റോൺ വെച്ചെടുക്കണം. ഇനി നമുക്ക് ത്രെഡ് കോർത്ത നീഡിൽ ഈ സ്റ്റോണിൻ്റെ ഒരു സൈഡിൽ കൂടെ ഉള്ളിൽ നിന്ന് കുത്തി ഇതുപോലെ പുറത്തോട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഷുഗർ ബീഡ് കയറ്റി കൊടുക്കാം. ഈ ഷുഗർ ബീഡ് നമുക്ക് ഈ സ്റ്റോണിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ വീണ്ടും നമുക്കിതുപോലെ ബീഡ് കയറ്റിയിട്ട് ഒന്നും കൂടെ വെച്ച് നോക്കാം. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെ കൂടെയാണോ നീഡിൽ പുറത്തോട്ട് എടുത്തത് അവിടെ കൂടെ തന്നെ ഉള്ളിലോട്ട് വലിച്ചെടുക്കണം. ഇനി നമുക്ക് 1-2 ബീഡ് ഇടവിട്ട് ഇതുപോലെ നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് അതിൻ്റെ മറു സൈഡിൽ കൂടെ ഉള്ളിലോട്ട് വലിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് ഇതുപോലെ പതിഞ്ഞിരുന്നോളും. അതുപോലെ തന്നെ എല്ലാ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സ്റ്റോണിന് ചുറ്റും ബീഡ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് എടുത്തിട്ടാണ് അടുത്ത സ്റ്റോണിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഒരു സ്റ്റോണിൽ ബീഡ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്റ്റോണ് ഫുൾ റൗണ്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് എത്ര ബീഡാണ് വേണ്ടതെന്ന് ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള സ്റ്റോണിലും നമ്മൾ എത്ര ബീഡാണോ വേണ്ടത് അത്രയും ബീഡ് മാത്രം കയറ്റിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ ഈ റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോണിന് ചുറ്റും ബീഡ് വയ്ക്കണം. അത് കഴിഞ്ഞ് ഈ ഒരു ഫ്ലവറും കൂടെ നമ്മൾ ബീഡ് വെച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ലെയറായിട്ടാണ് വരുന്നത്. അതിൽ ഒറ്റ ലെയർ ഫ്ലവർ മാത്രമേ നമ്മൾ ബീഡ് വെച്ച് എടുക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് ഇതുപോലെ നീഡിൽ പുറത്തോട്ട് എടുത്ത ശേഷം അതിനകത്ത് ബീഡ് കയറ്റാം. എന്നിട്ട് നമ്മൾ എവിടെ കൂടെയാണോ എടുത്തത് ആ ഒരു ഭാഗത്തൂടെ തന്നെ ഉള്ളിലോട്ട് വലിക്കണം. ഇനി നമുക്ക് ഇതുപോലെ 2-3 ബീഡ് ഇടവിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു സൈഡിൽ കൂടെ നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് ആ ബീഡ് റൗണ്ട് ചെയ്ത് വരുന്ന രീതിയിൽ മറു സൈഡിൽ കൂടെ നീഡിൽ ഉള്ളിലോട്ട് വലിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പെറ്റലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഒരു പെറ്റലിൻ്റെ ഒരു സൈഡിൽ കൂടെ നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ബീഡാണോ വേണ്ടത് അത് മാത്രം കയറ്റുക. എന്നിട്ട് അതിൻ്റെ മറു സൈഡിൽ കൂടെ ഉള്ളിലോട്ട് വലിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ 2-3 ബീഡ് ഇടവിട്ട് ഇതുപോലെ നീഡിൽ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ പുറത്തോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പെറ്റലിൻ്റെ ലൈനില്ലേ, ആ ലൈനിൻ്റെ പുറത്തൂടെ തന്നെ എടുക്കണം. എത്ര ബീഡ് ഇടവിട്ടാണോ നമ്മൾ നീഡിൽ പുറത്തോട്ട് എടുത്തത് അത്രയും ബീഡിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നീഡിൽ കടത്തിയെടുത്ത ശേഷം ലാസ്റ്റ് അത് ഉള്ളിലോട്ട് വലിച്ചാൽ മതി. ഇനി ഇതുപോലെ തന്നെ പെറ്റലിൻ്റെ മറു സൈഡും ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ നീഡിൽ ഒരു സൈഡിൽ കൂടെ കയറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് അത്രയും സൈഡ് കംപ്ലീറ്റ് എത്ര ബീഡാണോ വേണ്ടത് അത്രയും കയറ്റിയ ശേഷം അതിൻ്റെ മറു സൈഡിൽ കൂടെ ഇതുപോലെ ഉള്ളിലോട്ട് എടുക്കാം.
ഇനി ഇതിൻ്റെ ഇടയ്ക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 2-3 ബീഡ് ഇടവിട്ട് ഇതുപോലെ നീഡിൽ പുറത്തോട്ട് എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കടത്തി വീണ്ടും ആ ഒരു ഭാഗത്തൂടെ ഉള്ളിലോട്ട് നീഡിൽ വലിക്കാം. അപ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇതുപോലെ നമുക്ക് ഓരോ പെറ്റലായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പെറ്റൽ ചെയ്യുമ്പം തന്നെ നമുക്ക് ഒരു സൈഡിൽ എത്ര ബീഡ് വേണമെന്ന് ഒന്ന് കൗണ്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അത്രയും ബീഡ് മാത്രം കയറ്റി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കണം. കേട്ടോ, ലാസ്റ്റ് ഇതിപ്പോൾ ഒരു ഫ്ലവർ ചെയ്ത ശേഷം ബാക്കിൽ കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവറും ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു ഫ്ലവറും കൂടെ വരുന്നുണ്ട്. അതിലും കൂടെ നമുക്ക് ചെറിയ രീതിയിൽ വർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നീഡിൽ പുറത്തോട്ട് കുത്തിയെടുത്ത ശേഷം ചെറിയൊരു ഷുഗർ ബീഡ് ഞാനിവിടെ വെച്ച് കൊടുക്കുകയാണ്. ഒരു ബീഡേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പെറ്റലായിട്ടും ഓരോ ബീഡ് വീതം വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ നീഡിൽ പുറത്തോട്ട് എടുത്ത ശേഷം നമുക്ക് 2 ബീഡ് കയറ്റിയ ശേഷം അതിൻ്റെ മറു അറ്റത്തൂടെ ഉള്ളിലോട്ട് വലിക്കാം. കണ്ടോ, കറക്റ്റ് ആ ഒരു ബീഡ് അതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ പെറ്റലിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പെറ്റലായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. കാരണം എല്ലാം കൂടെ ഞെരുങ്ങി പോവും. ജസ്റ്റ് ഒന്ന് ആദ്യം വെച്ച് നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കാം.
ഞാനിവിടെ ഫുള്ളും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അജറക്കിൻ്റെ തന്നെ വെറൈറ്റി പ്രിൻറ്റുകൾ ഇപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് ലഭ്യമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.